അർശിന്റെ ചോട്ടില് ആദം നബി അലൈഹിസ്സലാം ചിലരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് രക്ഷപ്പെടാതെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇടപെടുമത്രേ. തങ്ങൾ ഇടപെട്ടിട്ടും ഇവര് രക്ഷപ്പെടുന്നില്ല എന്ന് കാണുമ്പോൾ തങ്ങൾ മടിയിൽ നിന്നൊരു ബത്താക്ക എടുത്തിട്ട്, വെളുത്ത ഒരു ബത്താക്ക കഷ്ണം, ഒരു പേപ്പർ കഷ്ണം പോലത്തെ സാധനം എടുത്തിട്ട് അയാളുടെ നന്മന്റെ തട്ടിലിടലോടുകൂടി അയാൾ രക്ഷപ്പെടും. തങ്ങൾ എന്താ ഇട്ടേക്കുന്നത്? തങ്ങൾ ആരാണ്? നിങ്ങളുടെ നബിയായ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഇട്ടതെന്താ? മോനെ, നീ ചൊല്ലിയ സ്വലാത്ത് ഞാൻ എടുത്തു വെച്ചതാണ്. അങ്ങനെ എടുത്തു വെക്കാൻ നമുക്ക് സ്വലാത്ത് ഉണ്ടാണ്. ഈ സ്വലാത്തിന് 10 കറാമത്തുകൾ ഉണ്ട്. ഹ്രസ്വമായി അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മൻ അക്സറ സ്വലാത്ത് അലയ്യ, എന്റെ പേരിൽ ഒരുത്തൻ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നവ്വറല്ലാഹു ഖൽബഹു, അവന്റെ കൽബിനെ അള്ളാഹു പ്രകാശിപ്പിക്കും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നമ്മുടെ കൽബ് വെളുക്കാൻ നമ്മൾ ഒരുപാട് ഹറാമുകൾ ചെയ്തു കൂട്ടിയ മനുഷ്യന്മാരാണ്. ഈ മറയൊക്കെ നീങ്ങി 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 റൗള കാണാൻ, ആ റൗളയിൽ കിടക്കുന്ന തങ്ങളെ കാണാനുള്ള വഴി സ്വലാത്താണ്. സ്വലാത്ത് കൊണ്ട് നാവ് പച്ച പിടിച്ചാൽ വൈൻകാന വസ്നൽ ജിബാൽ, തെറ്റുകുറ്റങ്ങൾ എത്ര പർവ്വത സമാനമുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരും. നമ്മളെ തർബിയത്ത് ചെയ്യുന്ന അമലാണ് സ്വലാത്ത്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എന്നെ തർബിയത്ത് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ കാണാം. സ്വലാത്ത് കൂടുതൽ ചൊല്ലുമ്പോൾ പഴയ തെറ്റുകുറ്റങ്ങൾ, പഴയ കാമുകന്മാർ മനസ്സിൽ നിന്ന് പോയി. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച തെറ്റുകുറ്റങ്ങൾക്ക് അഡിക്റ്റായി പോയ കുട്ടികൾ പോലും, കൗമാരക്കാർ പോലും സ്വലാത്ത് ചൊല്ലി അത്ഭുത റിസൾട്ടുകളാണ്. സ്വലാത്ത് നമുക്ക് കൂടുതൽ ചൊല്ലണം. അതിന്റെ ഒന്നാമത്തെ നേട്ടം സ്വലാത്തുൽ മലിക്കിൽ ജബ്ബാർ, അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ സ്വലാത്ത് നമുക്ക് കിട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് ഇനി പറയാൻ പറ്റുക? അള്ളാഹ് നമുക്ക് 10 സ്വലാത്ത് തരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒരു കാര്യം? ഇത് ലോകത്ത് ഈ സ്വലാത്തിനല്ലാതെ വേറൊരു അമലിനും ഈ ഒരു പ്രതിഫലം ഇല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനല്ലാതെ ഇങ്ങനത്തെ ഒരു ഓഫർ അള്ളാഹ് വെച്ചിട്ടില്ല. ലോകത്ത് ഏതിനാ ഉള്ളത്? സാധാരണ ഏതെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങലെന്നെ. ഓ സത്യവിശ്വാസികളെ, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ എന്നൊക്കെയാണ് പറയാ. ഈ ആയത്തിന്റെ സ്റ്റൈൽ തന്നെ അള്ളാഹ് മാറ്റി. ഇന്നല്ലാഹ മലായികത്തു, ഞാനും എൻ്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, എൻ്റെ ഹബീബായ നബി തങ്ങൾക്ക് സ്വലാത്ത് കൊടുക്കുന്നുണ്ട് എന്ന്. ആലോചിച്ച് നോക്കിയേ ആ ആയത്തിന്റെ സ്റ്റൈൽ. പിന്നെയാണല്ലോ പറയുന്നത് യാ അയ്യുഹല്ലദീന, ഞാനും മലക്കളും ചെയ്ത പരിപാടി നിങ്ങളും ചെയ്തോളീൻ. കണ്ടോ? ആ അള്ളാഹുവിന്റെ സ്വലാത്ത് കിട്ടാൻ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് തവണ, ലക്ഷക്കണക്കിന് തവണ നരകത്തുനിന്ന് രക്ഷപ്പെടുന്നതിനേക്കാൾ വലുതാണ് ഒരു സ്വലാത്ത് അള്ളാന്റെ അടുത്ത് നമുക്ക് കിട്ടാന്ന് പറയുന്നത്. അങ്ങനത്തെ 10 സ്വലാത്ത് ഒരു സ്വലാത്തിന്. രണ്ടാമത്തത് ശഫാഅത്തുൻ നബിയിൽ മുഖ്താർ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്താണ്. അവിടുത്തെ ശഫാഅത്ത് അതാണ് നമുക്ക് വേണ്ടത്. വൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി, അവിടുത്തെ ശഫാഅത്താണ് നമ്മുടെ പ്രതീക്ഷ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ലോകത്തെ ആര് കൈവിട്ടാലും നമുക്ക് പ്രശ്നങ്ങളില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവിട്ടാൽ പിന്നെ തീർന്നു. ഇമാം ബൂസിരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി, നബിയെ പരലോകത്ത് ആ ഭയവിഹ്വലമായ ഘട്ടത്തിൽ എൻ്റെ കയ്യെങ്ങാനും തങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഇല്ലാ ഫകുൽ യാ സല്ലത്തൽ ഖദമി, ഞാൻ എന്നെ സ്വന്തമായിട്ട് വിളിക്കും കാലിടറിയവനെ, പരാജയപ്പെട്ടവനെ എന്ന് ഞാൻ എന്നെ തന്നെ വിളിക്കേണ്ടി വരും. എന്താണ് ആ വാക്ക്? നോക്കുങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും പരലോകത്ത് നമ്മളെ കൈവിട്ടാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊന്നും വിടില്ല. ഹാശാഹു. ബുസൂരി ഇമാം പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും കൈവിടില്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. യൗമ യഫിറുൽ മർഉ അൻ അഖിഹി വ ഉമ്മി വ സാഹിബതിഹി വ ബനി, ഉപ്പയും ഉമ്മയൊക്കെ, മക്കളൊക്കെ, ഭാര്യമാരും എല്ലാവരും, സുഹൃത്തുക്കൾ ആരായാലും അവരൊക്കെ ഓടും. അവരവർ ചിന്തിക്കുന്നത് അവരവർക്കിടെ സ്വർഗം എങ്ങനെ കിട്ടും എന്നുള്ളതാ. എല്ലാ നബിമാരും നഫ്സി നഫ്സി, എൻ്റെ നഫ്സിനെ തന്നെ എനിക്ക് പേടിയാന്നാ നബിമാര് പറയണത്. അത് നബി തൊട്ട് ഈസ നബി അലൈഹിസ്സലാം വരെ നീണ്ടു നിൽക്കുന്ന എല്ലാ നബിമാരും പറയണത് അതാണ്.
എല്ലാ നബിമാർക്കും സ്വന്തം നഫ്സിനെ പേടിയുണ്ട്. അവരാരും തെറ്റ് ചെയ്തവരല്ല. നുബുവത്തിന്റെ മുമ്പും ശേഷവും വലിയ ശുദ്ധിയുള്ള ജീവിതം നയിച്ച മഹാന്മാരാണ് നബിമാർ. എന്നിട്ടും അവരുടെ നഫ്സിനെ അവർക്ക് പേടിയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം നഫ്സിനെ പോലും പേടിയില്ല. അത്രയും വലിയ പവറുള്ള ആളാ തങ്ങൾ പറയും, അനലഹ, ഞാൻ തന്നെ മക്കളെ ഷഫാത്തിന് വരൂ, ഷഫാത്തിന് വരൂ. ആ ഷഫാത്ത് നമുക്ക് കിട്ടണം. ഉപ്പയും ഉമ്മയും മക്കളടുത്ത് നിന്ന് എന്തെങ്കിലും ഭാര്യയോട് ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അവർക്ക് സ്വർഗം കിട്ടാൻ മക്കളെ അമല് കിട്ടോ എന്ന് വരെ പരുതും മഹ്ശറിൽ. ഒരാളും സ്വർഗത്തിലെത്താതെ ഷഫാത്ത് ചെയ്യൂല. ഹാഫിളായ മോന് സ്വർഗത്തിലെത്തിയാലേ മക്കൾക്ക് ഉപ്പാക്കും ഉമ്മക്കും ഷഫാത്ത് ചെയ്യുള്ളൂ. കൂട്ടുകാര് സ്വർഗത്തിലെത്തിക്കും എന്ന് പറയുന്നത് അവരാദ്യം സ്വർഗം നോക്കും. അവരവരുടെ സേഫ് സോൺ, അവരവര് സേഫ് സോണിൽ നിന്നതിന് ശേഷം ആരും നോക്കുള്ളൂ. എല്ലാവരും അവര് സ്വർഗത്തിലെത്തിയിട്ടേ തന്റെ ഉമ്മയില്ലല്ലോ, ഉപ്പയില്ലല്ലോ, ഏട്ടനില്ലല്ലോ, ഭാര്യ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുള്ളൂ. അതങ്ങനെ ഉണ്ടാവുള്ളൂ. സ്വന്തം ഭാര്യ പോലും ഭർത്താവിന്റെ അടുത്ത് നിന്ന് ആമല് കിട്ടോ, അയാൾ എന്നെ വേദനിപ്പിച്ചതിന്, കടം വാങ്ങിയത് തിരിച്ചു തരാത്തതിന്, കുറ്റപ്പെടുത്തിയതിന്, ഗീബത്ത് പറഞ്ഞതിന് കിട്ടുമോ നോക്കും. എത്ര ഇഷ്ടം എന്ന് പറഞ്ഞാലും, വെരി ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും, നമ്മുടെ ചങ്കായാലും ആരായാലും അവരവര് സ്വന്തം സ്വർഗത്തിലെത്താൻ നമ്മുടെ സ്വന്തം അമല് പിടിച്ചു പറിച്ചു പോകാനുള്ള ഘട്ടങ്ങൾ, മലാലിമുകൾ അവര് നോക്കും. എന്നാൽ ഒരാള് മാത്രമേ ലോകത്ത് അതൊന്നും തുനിയാതെ എങ്ങനെയെങ്കിലും ഉമ്മത്തിനെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ. നബി തങ്ങള് മഹ്ശറിൽ റെസ്റ്റ് കിടക്കൂല, റെസ്റ്റ് ഇരിക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കാണാതെ മലക്കുകൾ ആരെങ്കിലും എന്റെ ഉമ്മത്തിനെ നരകത്തിൽ കടത്തുന്നുണ്ടോ എന്നുള്ള പേടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്ക് അർശിന്റെ തണലിൽ വന്നിരിക്കുമ്പോ അതിന് വിപരീതാ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ വിചാരണക്കെടുക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ അവിടെ വന്ന് ഇടപെടും. ഒരാളും സ്വന്തം നന്മതിന്മ തൂക്കണ തുലാസ് നോക്കില്ല. അവരും നോക്കുന്നത്, എല്ലാവരും നോക്കുന്നത് ഇലാ വജ്ഹി റസൂലില്ലാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖത്തേക്കാണ്. ആ മുഖത്തുനിന്നൊരു പുഞ്ചിരി വിടർന്നു കിട്ടിയാൽ അവിടുത്തെ നാവ് കൊണ്ട് ഇവനെ എനിക്ക് വേണം, രക്ഷപ്പെടുത്തണം എന്നെങ്ങാനും പറഞ്ഞു കിട്ടിയാൽ ഹുവൽ ഹബീബുല്ലദീ തുർജ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീൻ. അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങാത്ത സ്ഥലമാണ് നരകം. ആ അള്ളാന്റെ റഹ്മത്ത് ഒരിക്കലും ഇറങ്ങാത്ത നരകത്തിൽ പോലും അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച വിവരം അറിയിച്ച തന്റെ അടിമ സുവൈബത്തുൽ അസ്ലമിയെ മോചിപ്പിച്ചതിന്റെ പേരിൽ അബൂ ലഹബിന് എല്ലാ തിങ്കളാഴ്ചയും 2 വിരലിന്റെ ഇടയിലൂടെ വെള്ളം കിട്ടാറുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്. ആലോചിച്ചു നോക്കൂ. റബ്ബിന്റെ റഹ്മത്ത് ഒരു കണിക പോലുമില്ലാത്ത നരകത്തിൽ പോലും റഹ്മത്തുൽ ലിൽ ആലമീനായ തങ്ങളെ റഹ്മത്ത് അല്ലാഹ് സംവിധാനിച്ചു വെച്ചില്ലേ. മഹാന്മാരതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒരു കാഫിറായ മനുഷ്യൻ, അതും തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്, തന്റെ ഭാര്യയും മക്കളെയും എല്ലാവരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഇറക്കേണ്ടി വന്ന, നരകത്തിൽ കാലാകാലം കിടക്കേണ്ട, തങ്ങളത്രയും ബുദ്ധിമുട്ടിച്ച വലിയ ധിക്കാരിയായ അബൂ ലഹബിന് പോലും റബീഉൽ അവ്വലിന്റെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി അയാൾ ഒരു സന്തോഷ പ്രകടനം നടത്തിയതിന്റെ പേരിൽ അയാൾക്ക് ഇത്രയും വലിയ ഓഫർ ഉണ്ടെങ്കിൽ, അല്ലാഹ് മുഅ്മിനീങ്ങള് കൊല്ലം റബീഉൽ അവ്വൽ വരുമ്പോ എത്ര പാവപ്പെട്ടവരും ഭണ്ഡാരം പൊളിച്ചുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ ദഫും മുട്ടി സ്കൗട്ടിന്റെ അകമ്പടിയോടെ വരുമ്പോ പാവപ്പെട്ട സ്ത്രീകളെ കാണാറില്ലേ? പാവപ്പെട്ട കൂലിപ്പണിക്കാരെ കാണാറില്ലേ? ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാൻ തന്നെ കഴിയാതെ പോയാലും അവരൊരു പാക്കറ്റ് മിഠായി വാങ്ങി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അതൊന്നും വെറുതെ ആവില്ല മുഅ്മിനീങ്ങളെ. റസൂലുള്ളാഹിന്റെ പേരിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ രക്ഷയാണ്.
വരുന്ന റബീഉൽ അവ്വലിൽ നമുക്ക് റാഹത്തിൽ മൗലിദ്